दुर्गा എന്തൊക്കെയാണ് പറയുന്നേ? मुझे कुछ समझा नहीं. നമ്മുടെ മോൻ ജനിച്ചത് തീവ്രവാദികളുടെ പണം കൊണ്ടാ. ബാപ്രേ. അതെ ശീതൾ, മുംബൈയിൽ നടന്നവർ ഇവിടെ നടക്കും. അതിന് വന്നവരവര്, എനിക്കുറപ്പാ. നമ്മളിപ്പോ എന്ത് ചെയ്യും ദുർഗ? പോലീസിൽ പറഞ്ഞാലോ? നന്നായി. തീവ്രവാദത്തിന് സഹായിച്ചെന്നും പറഞ്ഞ അവരാദ്യം എന്നെ പിടിച്ചകത്താക്കും. ചിലപ്പോ കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ കെട്ടിവെക്കും. നമുക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഈ നാട്ടിൽ ആരും കാണില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ദുർഗ? എനിക്കറിയില്ല. 17 പേരാ മുംബൈയിൽ സ്ഫോടനത്തിൽ മരിച്ചത്. കൈയും കാലും ഒക്കെ പോയവർ വേറെ. ഓ, टीवी കണ്ട കാഴ്ച अभी भी मेरे आंखों के सामने है. ജാർഖണ്ഡിൽ നിന്ന് വന്ന നമുക്ക് അഭയം തന്ന നാടായത്. ഈ നാട്ടിലാണ് നമുക്കൊരു ജീവിതം ഉണ്ടായത്. നമ്മുടെ മകൻ ജീവിച്ചു തുടങ്ങുന്നത് ഈ നാട്ടിന്റെ ജീവൻ എടുത്തുകൊണ്ടാകരുത്. ഇവന് വേണ്ടി എനിക്ക് അവരെ തടയണം. ജാओ ദുർഗ. It's really hot today, huh? That's right. I'm exhausted. It's been so long. Yeah. Fort Cochin, Shipyard, MG Road, Marine Drive. So what do you want to do next? Stop! Give us our map back! ഓൻ പഴയ തീവ്രവാദി എന്നല്ലേ പറഞ്ഞ ഭായി? വയസ്സായ നമ്മുടെ ഗതി തന്നെയല്ലേ ഭായി? കാറിന്റെ പിൻസീറ്റിന് താഴെ 2 ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അവരെ കണ്ടത്. ബ്രോഡ്വേ. CM വരുന്നതുകൊണ്ട് MG റോഡ് ബ്ലോക്കാണ്. TD റോഡ് വഴി കട്ട് ചെയ്ത് കയറി 15 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താം. TD റോഡ് വഴി 15 മിനിറ്റിൽ എവിടെയാണ് എത്തുന്നത്? ചിൽഡ്രൻസ് പാർക്ക്, ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ, കോർപ്പറേഷൻ ഓഫീസ്. ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്. ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ. ആദ്യം ഡോക്ടറെ കാണാം. ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ. Hey, look there. ഹലോ, നമസ്കാരം. പോലീസ് കൺട്രോൾ റൂം. സാറേ, ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? എവിടുന്നാണ്? ഹലോ, ബോംബ് വെച്ചെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഹലോ ഹലോ, നിങ്ങൾ ആരാണ്?
ഹലോ ആരാ ശരി അമ്മായി, ഞാൻ പിന്നെ വിളിക്കാം. അമ്മായിയോ? നമസ്കാരം, പോലീസ് കൺട്രോൾ റൂം. ഹലോ സാറേ, ഇത് ഞാനാ. നേരത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചെന്ന് പറഞ്ഞ മോനെ, സാറേ, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു വാക്ക് നീ വേണ്ടിയാൽ അവിടെ വന്ന് ഞാൻ പൊക്കും. ഹോസ്പിറ്റൽ റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ലിഫ്റ്റ് നിനക്ക് കാണാൻ പറ്റും. 12:45 മുതൽ 1 മണി വരെ ഉള്ള 15 മിനിറ്റ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ലഞ്ച് ബ്രേക്കിന് പോകും. ആ 15 മിനിറ്റ് ആണ് നമ്മുടെ ഓപ്പറേഷൻ ടൈം. ആ സമയം നീ ഡിറ്റനേറ്റർ ലിഫ്റ്റിൽ ഫിക്സ് ചെയ്യണം. സൈദേ, നീ ഒരു ഡിറ്റനേറ്റർ സെൽഫോണിൽ കണക്ട് ചെയ്യും. സിം വേണ്ട, മൊബൈലിലെ ടൈമർ സെറ്റിംഗ് മതി. വേഗം കുഞ്ഞിനെടുക്ക്, നമുക്കിടന്ന് വേഗം രക്ഷപ്പെടണം. കുഞ്ഞോടെ ഇൻകുബേറ്ററിലാ. എന്താ ദുർഗ? ശരിയാണോന്നറിയില്ല. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ആ തീവ്രവാദികൾ വരുന്നത് ഈ ആശുപത്രിയിലോട്ടാ. बाप रे, दुर्गा जल्दी जाओ, पुलिस को बुलाओ. तेरे बाप है क्या पुलिस में? मैंने कहा हमको पुलिस के साथ नहीं पटना. अब हम क्या करेंगे? इस केस में मैं हूं पुलिस. ആശുപത്രി കെട്ടിടത്തിന്റെ അവസാനത്തെ 2 നില ഫംഗ്ഷനിങ് അല്ല. അതായത് 9ഉം 10ഉം നിലകളിൽ ഇറങ്ങാനോ അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് കയറാനോ ആരും ഉണ്ടാവില്ല. നീ പോകേണ്ടത് 10ാമത്തെ നിലയിലേക്കാണ്. ടോപ്പ് ഫ്ലോറിലെത്തിയ ഉടൻ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ലിഫ്റ്റ് നിർത്തണം. പിന്നെ മുകളിലെ സീലിംഗ് മാറ്റി ആളുകളുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ ബോംബ് സെറ്റ് ചെയ്യണം. അയാൾ ഇങ്ങോട്ട് വന്നിരുന്നോ? ആര്? തന്റെ ഭർത്താവ്? ഇല്ല. വിസിറ്റിംഗ് ടൈം ആയതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഉയരുമ്പോൾ ലിഫ്റ്റ് മാക്സിമം ലോഡിലായിരിക്കും. ആ സമയം ബ്ലാസ്റ്റ് നടന്നാൽ 20 പേരെങ്കിലും സ്പോട്ടിൽ തീരും. ഞാൻ പോയിട്ട് വേഗം വരാം. अपना ख्याल रखना दुर्गा. ഹലോ, എത്തിയാ? റിസപ്ഷൻ ഇരിക്കാനിപ്പോ വരാം. എന്നാ ചെന്നൈ? ശീതള പ്രസവിച്ചു, ആൺകുട്ടി. ശീതളിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അതിന്റെ കള്ളാസായത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കണ്ട ആശുപത്രിക്കാർ പറ്റിക്കും, തരില്ല. പോലീസുകാർ കൂട്ടുകാരാണെന്ന് പറഞ്ഞ ആ പ്രശ്നമില്ല. அண்ணா அதுக்கு நாங்க ஒரிஜினல் போலீஸ் அல்லி. ஆமா. சினிமாயில் നിങ്ങൾ ആരാ? அது நாங்க வந்து ஜூனியர் ஆர்டிஸ்ட். ஆமா ஆமா, ஜூனியர் ஆர்டிஸ்ட். അതിപ്പോ നാളെ വലിയ വലിയ നടന്മാരാണ്ടവരാ. ഇപ്പൊ ഒരു പോലീസ് വേഷം അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ നടന്മാരാകുന്നു? നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ഇതാണ്ടാ പോലീസ്. വാങ്ങടാ. ബ്ലാസ്റ്റ് നമുക്ക് എത്ര മണിക്ക് സെറ്റ് ചെയ്യണം? 1 മണിക്ക് ലിഫ്റ്റ് തകർണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ബായ്, ഇതെന്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്.
എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്ക് സംഭവിച്ച ഇത് അവരുടെ ആദ്യത്തെ ഓപ്പറേഷൻ ആയിരുന്നു. ഇത് നമ്മൾ ഏറ്റെടുത്ത് പോയി